എപ്പോഴും വിപ്ലവം എന്ന് പറയുന്നത് അതൊരു വിപ്ലവം ഏകവചനമല്ല എന്ന് പറയുമ്പോൾ ഒരാൾക്കൊരു വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും എന്ന് കാണിച്ചു തന്ന ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതും ക്രിസ്തീയ വിശ്വാസത്തിന് ഒട്ടും തന്നെ കോട്ടം തട്ടാത്ത തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക ആത്മീയ നേതാവാണ്. അതായത് കാത്തലിക്സിൻ്റെ മുഴുവൻ ക്രിസ്തീയ സഭകളുടെ എല്ലാം പിതാവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് വിപ്ലവം തനിക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയായി മാറാൻ കഴിയും. ബഹുവചനം എന്ന് നമ്മൾ പറയുന്ന വിപ്ലവത്തെ ഏകവചനമാക്കി ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരു വാചകത്തിന് എത്തിയിരിക്കുന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ആ വാചകം മൂലം തനിക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് ഉണ്ടാകുന്ന കോട്ടങ്ങളെപ്പറ്റി അദ്ദേഹം ഒരിക്കലും ആലോചിച്ചിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമായി എനിക്ക് തോന്നിയത്. അപ്പം മറ്റു പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തെ ഒരു വിപ്ലവകാരി എന്നതിനൊപ്പം തന്നെ ജനങ്ങളുടെ മാർപ്പാപ്പ എന്ന ഒരു പദവി ഉണ്ടെങ്കിൽ 266 പേരിൽ ആ പദവിക്ക് അർഹൻ ഫ്രാൻസിസ് മാർപ്പാപ്പയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ടൈം മാസിക അങ്ങനെ ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന് 2013 കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ പ്രസിദ്ധീകരിച്ചത്. ദ പീപ്പിൾസ് പോപ്പ് എന്നാണ് അവരെന്ന് വിശേഷിപ്പിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലെടുത്ത നിലപാടുകളെക്കുറിച്ചൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചു വന്നല്ലോ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സിലുള്ളത് തുറന്നു പറയുക, അത് ശത്രുവായി മാറപ്പെടും, അല്ലെങ്കിൽ കേട്ടു നിൽക്കുന്നയാൾ ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുവായി മാറിയേക്കാം എന്ന ഒരു ചിന്ത ഒരിക്കലും അദ്ദേഹത്തിന് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും. 12 വർഷം എന്ന് പറയുന്നത് ഹ്രസ്വമായ കാലയളവാണ്. മാർപ്പാപ്പയായി ഇരിക്കുമ്പോൾ വളരെ ഹ്രസ്വമായ കാലയളവാണ് അദ്ദേഹം ആ പദവിയിൽ ഇരുന്നതെങ്കിലും മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ തന്നെ കേട്ടിരിക്കുന്ന വിശ്വാസിയോ പുരോഹിതനോ തൻ്റെ ശത്രുവായി മാറിയേക്കാം, താൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാകാം എന്നൊരിക്കലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. എന്താണോ നമ്മുടെ മനസ്സിലുള്ളത്, സ്പീക്കിംഗ് ഓഫ് വൺസ് മൈൻഡ് എന്ന് പറയുന്നത്, അത് പ്രാവർത്തികമാക്കിയ ഒരാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിവിധ വിഷയങ്ങളിലെ നിലപാടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതിൽ കൂട്ടിച്ചേർക്കലുകൾ അദ്ദേഹം ഒരിക്കലും വരുത്തിയിട്ടില്ല. മറ്റൊരാളുടെ ആശയം അത് അദ്ദേഹം അതേപടി ആവർത്തിച്ചിട്ടില്ല. തൻ്റെ ആശയം എന്താണോ ഒരു വിഷയത്തിൽ, ഒരു ഗിവൺ ടോപ്പിക്കിൽ, ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക സംഭവത്തിൽ എന്താണോ തൻ്റെ ആശയം, അത് അദ്ദേഹം അതേപടി ജനങ്ങളോട്, വിശ്വാസികളോട് പറയാനായി ഒട്ടും തന്നെ മടി കാണിച്ചില്ല എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. ഇപ്പോൾ ഗാസ മുനമ്പ് അത് എത്രത്തോളം അശാന്തമായി തുടരുന്നു എന്നത് അദ്ദേഹത്തെ വളരെയേറെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തുടർ പ്രതികരണങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഈസ്റ്ററിൻ്റെ ദിനത്തിൽ അദ്ദേഹം ഈ ബ്ലസ് ചെയ്യുന്നതിനൊപ്പം തന്നെ എടുത്തു പറയുന്നത് ഒരേ ഒരു വിഷയം ഇതാണ്, ഗാസയാണ്. അത് ഒരു വളരെ കോയിൻസിഡൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നത് ഗാസയിലെ കണ്ണീരും ആ നിലവിളികളും തന്നെയാണ്. ആ നിലവിളികൾ അസ്വസ്ഥമാക്കിയ മനസ്സോടുകൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മടങ്ങുന്നത്. അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ലോകം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുക എന്നതാണ്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഏറ്റവും നല്ല യാത്രയയപ്പ്, ഇനിയിപ്പോൾ 6 ദിവസമോ 9 ദിവസമോ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയയപ്പ് ചടങ്ങായിരിക്കും അദ്ദേഹത്തിൻ്റെ അന്തിമ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോവുക. ഈ 10 ദിവസത്തിനുള്ളിൽ ഗാസയിൽ വെടിനിർത്തൽ പൂർണ്ണമായും നടപ്പാക്കുക, ബന്ദികളെല്ലാം ഹമാസ് വിട്ടയക്കുകയും ഇസ്രയേൽ ഇനി അങ്ങോട്ടൊരു ആക്രമണത്തിന് മുതിരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ അതായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന മനുഷ്യസ്നേഹിയായ മാർപ്പാപ്പയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല യാത്രയയപ്പ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത്, അത് അദ്ദേഹത്തിൻ്റെ ഡെത്ത് വിഷ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, മരണത്തിന് തൊട്ട് മുൻപ് അദ്ദേഹം മനസ്സിൽ ആഗ്രഹിച്ചത് ഇതിനൊരു പരിഹാരമുണ്ടാകണം. മറ്റെന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാമായിരുന്നു, പക്ഷേ അന്ന് അദ്ദേഹം എടുത്ത് പറയാൻ ആഗ്രഹിച്ചത് ഗാസയെക്കുറിച്ചാണ്. അദ്ദേഹം ആ വാക്കിൽ തന്നെ പറയുന്നുണ്ട്, ഐ എക്സ്പ്രസ് മൈ ക്ലോസ്നെസ് ടു ദ സഫറിങ്സ് ഓഫ് ഓൾ ദ ഇസ്രയേലി പീപ്പിൾ ആൻഡ് ദ പലസ്തീനിയൻ പീപ്പിൾ. അത് പലസ്തീൻ്റെ മാത്രമല്ല, ഇസ്രയേലികളും ദുരിതമനുഭവിക്കുകയാണ്. അപ്പോൾ 2 ഇടങ്ങളിലുമായി ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ, അവിടെ സഫറിങ്ങിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ, അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യമോ അല്ല, അവരനുഭവിക്കുന്ന സഫറിങ്, അതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിരുന്നത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് ഒരു സീസ് ഫയർ, അത് ആ വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്, ഒരു സീസ് ഫയർ നിങ്ങൾ പ്രഖ്യാപിക്കൂ, ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കൂ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡെത്ത് വിഷായി കണ്ടുകൊണ്ട് ഈ 2 കൂട്ടരും അതിന് തയ്യാറാവുക എന്നതാണ് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ടത്. നേരത്തെ ഇവിടെ നിങ്ങൾ കുടിയേറ്റത്തെക്കുറിച്ച്, പലായനത്തെക്കുറിച്ചൊക്കെ പരാമർശിച്ചു പോയല്ലോ. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനായാലും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട മറ്റ് രാജ്യങ്ങൾക്കായാലും അവർക്കെല്ലാവർക്കും ഒരു പേടിയുണ്ടാകും, ഈ കുടിയേറ്റക്കാർ വന്ന് നമ്മുടെ രാജ്യത്ത് കൂടുതലായി അങ്ങ് കടന്നു കയറി താമസിക്കുമോ എന്ന്. അപ്പോൾ ആ പേടി ഉണ്ടാകുന്നത് ഒരു പാപമല്ല എന്ന് മാർപ്പാപ്പ കൃത്യമായി പറയുന്നുണ്ട്. ഹാവിങ് ഡൗട്ട്സ് ആൻഡ് ഫിയേഴ്സ് ഈസ് നോട്ട് എ സിൻ എന്നതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാചകം. അങ്ങനെ നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടാകാം, നിങ്ങൾക്ക് അവർ കൂട്ടമായി വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തെ സ്ഥിതിഗതികളെ താറുമാറാക്കുമോ എന്നൊക്കെയുള്ള ഓൺ പീപ്പിൾ എന്നുള്ള ട്രംപിൻ്റെ പ്രൈഡുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒരു പാപമായി കാണുന്നില്ല. അങ്ങനെയുള്ള ആശങ്കകൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിങ്ങളുടെ ആ ഒരു മനോഭാവത്തെയും ഞാൻ മനസ്സിലാക്കുന്നു. അതായത് മറുഭാഗത്ത് നിൽക്കുന്ന ആളെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ അഭിപ്രായം പറയുന്നത്. നിങ്ങളുടെ ആശങ്കകൾ ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ
പക്ഷേ എന്താണ് ശരി എന്നുള്ളത് അദ്ദേഹം അവരോട് തുറന്നു പറയാനും തയ്യാറാകുന്നു എന്നതാണ് ഈ ക്രൈസിസിൽ നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ അഭയം തേടി വരുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? റിജക്ഷനാണ്. അതായത് ഒരു പ്രതീക്ഷയുടെ ഒരു തുരുത്ത് എന്ന് കരുതിയായിരിക്കുമല്ലോ ഈ കടലിലൂടെ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് ഐലൻഡ് കുർദിയൊക്കെ ആ യാത്ര പൂർത്തിയാക്കാൻ കഴിയാതെ കമിഴ്ന്നു കിടക്കുന്ന ഒരു കുഞ്ഞായി നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോഴും ഒരു നോവുന്ന ചിത്രമായി ഉണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും ആ ചിത്രം, ആ മണ്ണിൽ പൂഴ്ന്നു കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ മുഖം ആരുടെയും മനസ്സിൽ നിന്ന് പോകില്ല. അപ്പോൾ അതുപോലെയുള്ള കുഞ്ഞുങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങളുടെ നമ്മൾ കാണാത്ത കുഞ്ഞുങ്ങളുണ്ടാകും, കടലിൽ നടുക്കടലിൽ പെട്ടുപോയ കുഞ്ഞുങ്ങളുണ്ടാകും. അങ്ങനെയുള്ള യാത്രകൾ അവർക്ക് നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മറുഭാഗത്തൊരു കരയുണ്ട്, മറുകരയിൽ തങ്ങൾക്കൊരു അഭയമുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ വരുന്നവരെയാണ് റിജക്റ്റ് ചെയ്യുന്നത്. ആ റിജക്ഷൻ എന്ന് പറയുന്നത് അത് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്നാണ് ഈ കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്ന രാജ്യങ്ങളോട്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് എല്ലാം, ഈ മതിലുകൾ കെട്ടുന്നവരോട് എല്ലാം അദ്ദേഹം ചോദിക്കുന്നത് ആ വിഷയമാണ്. അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി അക്നോളജ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നവരെ അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ അതെത്രത്തോളം പ്രാവർത്തികമാക്കാൻ ഈ രാജ്യങ്ങളൊക്കെ തയ്യാറാകുമെന്നതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു മാർപ്പാപ്പ പറഞ്ഞതുകൊണ്ട് ഇടുങ്ങിയ ചിന്താഗതികൾ വികസിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഈ മാർപ്പാപ്പയ്ക്ക് ഒരു തുടർച്ചയുണ്ടാകണം. അതായത് മാർപ്പാപ്പ അടുത്ത 267ാമത്തെ മാർപ്പാപ്പ വരും. പക്ഷേ ഇതേ ആശയത്തിനൊരു തുടർച്ചയുണ്ടാവുകയാണെങ്കിൽ മാത്രമേ ലോകഘടനയിൽ എന്തെങ്കിലും ഒരു മാറ്റം അദ്ദേഹം ഈ 12 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ആശയത്തിന് ഒരു തുടർച്ചയുണ്ടാകുന്നതിലേക്ക് എത്തിക്കുകയുള്ളൂ. പ്രതീക്ഷകളെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെക്കുറിച്ച്, അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചു എന്ന് ഡോക്ടർ അരുൺ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആളുകളെ മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറുതായിരിക്കും. ആ സർക്കിൾ എത്രത്തോളം വലുതാക്കാൻ കഴിയുന്നു എന്നതിനനുസരിച്ചാണ്. അതായത് നമ്മുടെ കൈ നമുക്ക് ഇങ്ങനെയും പിടിക്കാം, ഇങ്ങനെയും പിടിക്കാം. അത് എങ്ങനെ പിടിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അത് സഭയുടെ മക്കളോട് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ കൊടുക്കുന്ന സന്ദേശമാണ്. നമുക്ക് വേണമെങ്കിൽ ഷ്രിങ്ക് ചെയ്ത് ഒരു കൈയിൽ ചേർത്ത് നിർത്തുന്നവരെ മാത്രം നമ്മുടെ സർക്കിളാക്കാം. 2 കൈകളും നമുക്ക് ഇങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമാക്കാം, അല്ലെങ്കിൽ കൈകൾ ഓപ്പൺ ചെയ്തുകൊണ്ട്, അതായത് ലോകം മുഴുവൻ നമ്മുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ആ അസമത്വങ്ങളെ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നവരിലേക്കുള്ള അവരുടെ ആശങ്കകളെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. അതാണ് അദ്ദേഹം അതിലൂടെ കൊടുത്തിരിക്കുന്ന സന്ദേശം. അതുപോലെ തന്നെ ദൈവത്തോട് നമ്മളിപ്പോൾ കുമ്പസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ആകും. പക്ഷേ ആ ഓപ്പൺനെസ് മറ്റുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മാർപ്പാപ്പ അദ്ദേഹത്തിന് പല സന്ദേശങ്ങളിലായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഓപ്പൺനെസ് ഉണ്ടാവുക എന്നത് എത്രത്തോളം പ്രധാനമാണ്. സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് ആ ഓപ്പൺനെസ് എത്രത്തോളം വേണം. എങ്ങനെയാണ് ഒരു വികസിത ലോകമായി മാറുക? വികസിത രാജ്യങ്ങളെന്നല്ല അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡെവലപ്ഡ് കൺട്രീസ് എന്നല്ല അദ്ദേഹം പറയുന്നത്, ഡെവലപ്ഡ് വേൾഡ് എന്നുള്ളതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാചകം. അപ്പോൾ ലോകത്തെ മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ട കവി പറഞ്ഞതുപോലെ ലോകമേ തറവാട് എന്നുള്ളത്, താഴ്മതാൻ അഭ്യുന്നതി എന്ന് പറയുന്നത്, അതൊക്കെ സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിത്തന്നുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ വിട്ടുപോകുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെ സോളിഡാരിറ്റിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ലൈഫ് ഇസ് എ ജേർണി, വെൻ വി സ്റ്റോപ്പ് തിങ്സ് ഡോണ്ട് ഗോ റൈറ്റ് എന്നുള്ളതാണ് അദ്ദേഹം സോളിഡാരിറ്റിയെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, ആ സോഷ്യൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മൾ വ്യക്തികളായി എങ്ങനെയാണ് മാനസാന്തരപ്പെടേണ്ടത്, അതായത് നമ്മുടെ ചിന്തകൾ നമ്മൾ മാറ്റുന്നത് മാത്രമല്ല, വ്യക്തികളായി എങ്ങനെ നമുക്ക് പരിവർത്തനം ചെയ്യാൻ സാധിക്കും അതേക്കുറിച്ച്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോരോ പ്രസംഗങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിലും ഓരോ സന്ദേശമുണ്ട്. ഏറ്റവും ഒടുവിലത്തെ, ഞാൻ സമയം കുറവായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, പല പോയിന്റുകളും നിങ്ങളൊക്കെ പറഞ്ഞത് തന്നെ ആവർത്തിക്കേണ്ടതില്ല എന്ന് കരുതുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയത്, നമുക്ക് കിട്ടിയതൊക്കെ മറ്റാരോ ചെയ്തു വെച്ചതിൻ്റെ ഒരു തുടർച്ചയാണ്. അതായത് പാസ്റ്റ് ഒരു ഇൻഹെറിറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ആണ് നമുക്ക് കടന്ന് വരുന്ന ഓരോന്നും നമ്മളിലേക്ക് എത്തുന്നതാണ്. അല്ലാതെ നമ്മളായി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അത് മനസ്സിലാക്കിയാൽ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ അതേപടി തന്നെ നമ്മൾ കൊടുക്കാനും, നമ്മൾ ടേക്കേഴ്സ് മാത്രമല്ല, നമ്മൾ ഗിവേഴ്സ് കൂടി ആകണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഹ്യൂമാനിറ്റിയുടെ കാര്യത്തിലായാലും ആളുകളെ ചേർത്ത് നിർത്തുന്നതിലായാലും നമ്മൾ എപ്പോഴും ടേക്കേഴ്സാണ്. അത് നമ്മൾ സ്വയം വിമർശനപരമായി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ടേക്കേഴ്സായി മാറാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൂടുതൽ കൊടുക്കുന്നവരായി മാറുക എന്നതാണ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു. Meet the editors.